നമ്മുടെ മാതൃഭാഷ അഥവാ മദർ ടങ് എന്നത് നമ്മുടെ അമ്മ തന്നെയാണല്ലോ. നമ്മുടെ മാതൃഭാഷയെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ നമുക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അതിനെ സംരക്ഷിക്കാനായി നമ്മൾ ഏതറ്റം വരെയും പോകുമല്ലോ. ഇങ്ങനത്തെ ഒരു പോരാട്ടത്തിന്റെ കഥയാണ് പരാശക്തി. കെമിസ്ട്രി പഠിച്ചവங்க ഉരുവാക്കുന്ന നെരുപ്പ് വേഗമായി എരിയും. സൂര്യനെപ്പോട്ടറിന് ശേഷം സുധാ കൊങ്ങര തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 1959 വിദ്യാർത്ഥികളുടെ ഒരു പ്രതിഷേധം കാണിച്ചുകൊണ്ട് തുടങ്ങുന്ന ചിത്രം 1965 വരെ കേന്ദ്രത്തിന്റെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയുള്ള ശ്രമത്തിനെതിരെ വിദ്യാർത്ഥികൾ നടത്തുന്ന പോരാട്ടമാണ് കാണിക്കുന്നത്. പ്രകടനത്തിലേക്ക് വരികയാണെങ്കിൽ ചെയ്യാനായി എത്തുന്ന ശിവകാർത്തികയെ നല്ല രീതിയിൽ തനിക്ക് കിട്ടിയ വേഷം ചെയ്തിട്ടുണ്ട്. ശ്രീലീലയിലേക്ക് വരികയാണെങ്കിൽ ആദ്യം കുറച്ച് ക്രിഞ്ച് അടുപ്പിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. കരിയർ ബെസ്റ്റ് എന്ന് തന്നെ കണ്ണും പൂട്ടി പറയാം. രവി മോഹൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പാളിപ്പോയൊരു ടെംപ്ലേറ്റ് വില്ലൻ ആകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അഥർവയുടെയും പെർഫോമൻസ് മികച്ചതാണെങ്കിലും ചിത്രത്തിൽ വലിയൊരു സ്പേസ് ലഭിക്കാത്തതുപോലെ തോന്നി. ക്യാമിയോസ് ആണെങ്കിലും ബേസിലൊഴികെ മറ്റാരും വലിയൊരു ഇമ്പാക്ട് സിനിമയിൽ ഉണ്ടാക്കുന്നില്ല. ടെക്നിക്കൽ വശം നോക്കുവാണെങ്കിൽ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആർട്ട് വർക്ക് തന്നെയാണ്. കഥ നടക്കുന്ന 60കളിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോകാൻ സഹായിച്ചതിന്റെ മെയിൻ ഘടകം ആർട്ട് വർക്ക് തന്നെയാണ്. സിനിമാറ്റോഗ്രഫി നല്ലതായിരുന്നുവെങ്കിലും എഡിറ്റിംഗിൽ ചില പാളിച്ചകൾ ചിലയിടത്തായി കാണാമായിരുന്നു. ജി.വി. പ്രകാശ് തന്റെ വർക്ക് നല്ല രീതിയിൽ ചെയ്തെങ്കിലും ചില പാട്ടുകളുടെ പ്ലേസ്മെന്റ് മാറ്റാമായിരുന്നു എന്ന് തോന്നി. മികച്ച ഒരു പ്ലോട്ട് സിനിമയ്ക്കുണ്ടായിരുന്നു. മേക്കിങ്ങും പെർഫോമൻസും അതിന് യോജിച്ച വിധവുമായിരുന്നു. പക്ഷെ സിനിമ പാളിപ്പോകുന്നത് അതിന്റെ തിരക്കഥയിലാണ്. വളരെ മോശം എന്നല്ല, ക്യാരക്ടർ ആർക്ക് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. ചില സമയങ്ങളിൽ കഥാപാത്രങ്ങൾക്കുണ്ടാകുന്ന നഷ്ടവും ദുഃഖവും ഒക്കെ പ്രേക്ഷകർക്ക് തോന്നുന്ന പോലുമില്ല. ചില നല്ല മൊമെന്റ്സ് സിനിമയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് സമ്മാനിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നത് സംശയം തന്നെയാണ്. പരാശക്തി ഒരു നാടിന്റെ മാത്രം പ്രതിഷേധത്തിന്റെയും പ്രതിരോധങ്ങളുടെയും കഥയല്ല, മൊത്തം ഇന്ത്യയും പ്രതിഷേധിച്ച് നടത്തിയ വിജയത്തിന്റെ കഥയാണ്. അതുകൊണ്ട് തന്നെ സിനിമ ഒരു ഡീസന്റ് വാച്ച് സമ്മാനിക്കുന്നതുമുണ്ട്. பெரும் சேனை ஒன்று உண்டு.